കോഴിക്കോട് 3 വിമതർ എന്നുള്ളതാണ് DCC പ്രസിഡന്റ് തന്നെ പറയുന്നത്. ആ വിമതർ പക്ഷേ പ്രചാരണവുമായി രംഗത്തേക്ക് എത്തുകയാണ്. അവർ ആരും തന്നെ പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നുള്ളതാണ്. എനിക്കിപ്പം തിരുവമ്പാടി പഞ്ചായത്ത് പുന്നയ്ക്കൽ വാർഡിൽ 7ാം വാർഡാണ് അല്ലേ, ജിതിൻ പല്ലാട്ടാണ് ചേരുന്നത്. ജിതിൻ, അങ്ങക്ക് ഭാരവാഹിത്വം ഉണ്ടായിരുന്നതാണ്. 48 മണിക്കൂറാണ് DCC പ്രസിഡന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് അംഗീകരിക്കുന്നുണ്ടോ? പാർട്ടിയിൽ തുടരാനാണോ തീരുമാനം, അല്ലെങ്കിൽ പ്രചാരണവുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്? പ്രചാരണമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കാരണം ഈ വാർഡിനെ സംബന്ധിച്ച് ഇതൊരു വലിയ വാർഡാണ്. ഇത് കുറേ സാധാരണക്കാരുള്ള ഒരു വാർഡാണ്. അപ്പോൾ ഇവിടെ പല ആവശ്യങ്ങൾക്കും രാത്രിയായാലും പകലായാലും ഒക്കെ ഒരു മെമ്പറുടെ സാന്നിധ്യം അനിവാര്യമാണ്. അപ്പം മുത്തമ്പുഴ പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് അറിയാമല്ലോ, 10-20 കിലോമീറ്റർ മുകളിൽ നിന്നും ഇങ്ങോട്ടൊരാളെ കെട്ടിയിറക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങളത് അംഗീകരിക്കുന്നില്ല. അപ്പം ഞങ്ങൾ ഇവിടെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി കൂടിയിട്ട് 3 പേരുകളായിരുന്നു സജഷൻ ചെയ്തത്. അതിൽ നിന്നൊരാളായിരുന്നു ഞാൻ പിന്മാറുമായിരുന്നു. അപ്പം പാർട്ടി നേതൃത്വം അത് മനസ്സിലാക്കിയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൽ എനിക്ക് അതിയായ വിഷമമുണ്ട്. ഇപ്പം ഈ നിങ്ങൾ പറയുന്ന ഈ കെട്ടിയിറക്കി എന്ന് പറയുന്ന ടോമി കൊന്നക്കൽ അല്ലേ, അദ്ദേഹം നേരത്തെ ഭാരവാഹിത്വം ഉണ്ടായിരുന്നു, പക്ഷേ ഒരു നടപടി ഉൾപ്പെടെ നേരിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീടും എന്താണ് അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത്? അത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത് അദ്ദേഹത്തെ പാർട്ടി സ്ഥാനങ്ങളൊക്കെ മാറി മുൻപ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വാർഡ് നടപടി നേരിട്ട ഒരു സംഭവം ഉണ്ടാവും. ഉണ്ട്. അതിപ്പം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുന്നതായിരിക്കും അത് ഉചിതം എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ വാർഡിലെ, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലെ ആളുകളോടാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്. ഞാൻ ജനിച്ചതും മരിക്കുന്നതും, ജനിച്ച അന്നു മുതൽ കോൺഗ്രസ്സാണ്, മരിക്കുന്നവരെ കോൺഗ്രസ് ആയിട്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ നാട്ടുകാർ, ഇത് കോൺഗ്രസിൻ്റെ ഒരു കുത്തക സ്ഥലം തന്നെയാണ്. അപ്പം ജനങ്ങൾ കൈപ്പത്തി എന്നുള്ളൊരു വികാരം മനസ്സിലുണ്ടെങ്കിലും ഈ നാട്ടുകാരനായ ആൾ, എൻ്റെ ചിന്ന ടെലിവിഷനാണ്, അവർ കൈപ്പത്തിയായി കണ്ടുകൊണ്ട് തന്നെ ടെലിവിഷനിൽ പോയി അമർത്തുമെന്ന് എനിക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇതെല്ലാം കോൺഗ്രസിൻ്റെ ഭാരവാഹികളാണ്. ഈ വാർഡ് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ, ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ UDF സംവിധാനം എല്ലാം സജ്ജമായിട്ട് എൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ചിഹ്നമില്ല എന്നുള്ളൊരു കുറവുള്ളൂ. അപ്പം കൈപ്പത്തിയെ സംരക്ഷിക്കുകയാണ് എൻ്റെ ലക്ഷ്യം, കോൺഗ്രസിനെ സംരക്ഷിക്കുക. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ 48 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നീട് അങ്ങ് കോൺഗ്രസിൻ്റെ അംഗത്വമുള്ള ആൾ അല്ലാതായി മാറും. അത് തത്വത്തിൽ അങ്ങനെ ആവുമെങ്കിലും എൻ്റെ മനസ്സും എൻ്റെ ഇതെല്ലാം കോൺഗ്രസ് തന്നെയാണ്. അപ്പം ഞാൻ വിജയിച്ച് വരുമ്പോൾ എന്നെ ആര് പുറത്താക്കുന്നു അവരെന്നെ തിരിച്ചെടുക്കുമെന്നുള്ള നല്ല വിശ്വാസം എനിക്കുണ്ട്. അപ്പം നമ്മൾ ജനിച്ചത്, ഞാൻ പറഞ്ഞ പോലെ ജനിച്ചതും മരിക്കുന്നതും കോൺഗ്രസ് ആയിട്ടാണ്. അത് ഉണ്ടാവും. ഇതിലിപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തകരൊക്കെ ഉണ്ട്. നിങ്ങളുടെയും നിലപാട് ഇത് തന്നെയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ DCC കർശനമായ നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? ഞാനതിന് ഇവിടെ INTC യൂണിയൻ ലോഡിംഗ് തൊഴിലാളി അതിന് പ്രസിഡൻ്റാണ്. ഞാൻ ആദ്യം തന്നെ എൻ്റെ സ്ഥാനം രാജിവെച്ചിട്ടാണ് ഈ വർക്കിന് ഇറങ്ങുന്നത്. കാരണം നമ്മുടെ നാട്ടുകാരനല്ലാത്ത ഒരാളെ വിളിച്ചപ്പോൾ ഇവിടെ ഞാൻ കൂലിപ്പണിക്കാരനാണ്, സാധാരണക്കാരനാണ്. ഞങ്ങൾക്ക് ഡെയിലി എന്തെങ്കിലും സാധാരണക്കാരന് ഒരു റേഷൻ കാർഡിൻ്റെ പ്രശ്നമല്ല, വേറെ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നാൽ ഡെയിലി 350-400 റുപ്യ മുടക്കി നമുക്ക് ആനക്കാമ്പയിൽ പോയി ഈ ആളെ കാണാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഞങ്ങൾ എഴുതി കൊടുത്താണ്. നമ്മുടെ കോൺഗ്രസിൻ്റെ ഭരണഘടന അനുസരിച്ച് ഞങ്ങൾ എഴുതി കൊടുത്തതിൻ്റെ പുറത്തുനിന്ന് ഒരാളെ കൊണ്ട് നൂലെ കെട്ടി ഇറക്കിയപ്പോൾ നമ്മൾക്ക് അതിനോട് വിയോജിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഔദ്യോഗിക സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഞങ്ങൾ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി ജിതിൻ പല്ലാട്ടിന് 100% സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ നീങ്ങുന്നു. പ്രാദേശിക കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാടാണ് ശരി എന്നുള്ളതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ബോധ്യം? കാരണം ഞങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ ഭാരവാഹികളാണ്, വർഷങ്ങളായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഞാനൊരു 15 വർഷത്തിലേറെ ബൂത്ത് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്ത ആളാണ്. കാരണം ഞങ്ങൾ വാർഡ് കമ്മിറ്റി കൂടിയിട്ട് ആ കമ്മിറ്റി വെച്ചിട്ടാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ വേണ്ടി ലിസ്റ്റ് കൊടുക്കുന്നത്. ആ ലിസ്റ്റിൽ വന്നത് 3 പേരായിരുന്നു. ആ 3 പേരിൽ വന്നത് ജിതിൻ പല്ലാട്ട്, TJ കുര്യാച്ചൻ, പിന്നെ ഷിജു ചമ്പനാനി, ഇങ്ങനെ 3 പേരായിരുന്നു. ആ 3 പേരിൽ ആരായാലും ഞങ്ങൾ അംഗീകരിക്കുമായിരുന്നു. കാരണം നമ്മുടെ ഈ വാർഡിൽ ഉൾപ്പെട്ട ഒരാളെയായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചത്. അവർ പുറത്തുനിന്ന് ഒരാൾ വന്നപ്പോൾ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങളുടെ സുഹൃത്ത് തന്നെയാണ് ടോമി, അതിലൊന്നും ഒരു വ്യത്യാസമില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വാർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ കിട്ടണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി പ്രാദേശികമായിട്ട് കോൺഗ്രസിൻ്റെ കമ്മിറ്റി കൂടിയിട്ട് ഞങ്ങളുടെ നേതൃത്വത്തിന് ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു. ഈ വാർഡിൽപ്പെട്ട ആരെങ്കിലും 3 പേരിൽ ഒരാളെ സെലക്ട് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ആ തീരുമാനം നടപ്പായിട്ടില്ല. അതിൻ്റെ പേരിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. DCC പ്രസിഡന്റ് പറഞ്ഞ 3 വിമതരിൽ മറ്റൊരാൾ കൂടി നമുക്കൊപ്പം ഉണ്ട്. വിമതരെന്ന് പറയുന്നത് കുന്നമംഗലം ബ്ലോക്കിലെ കാരശ്ശേരി ഡിവിഷനിൽ മത്സരിക്കുന്ന മുഹമ്മദ് ദിശാലാണ്. ദിശാൽ വിമതനാണ്. 48 മണിക്കൂറേ ഉള്ളൂ, അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്താണെന്നുള്ളതാണ് DCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. വിമതനാണ് എന്ന പക്ഷത്തോട് ഞാൻ ചേരുന്നില്ല. യഥാർത്ഥത്തിൽ വിമതനല്ല. കാരണം ഇന്നാട്ടിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവർക്ക് വേണ്ടി കൂടിയാണ് മത്സരിക്കുന്നത്. ഇപ്പം വ്യക്തിപരമായൊരു ലക്ഷ്യമല്ല, ദിശാലിന് മത്സരിക്കാനല്ല. കാരശ്ശേരിയിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം താഴെക്കടയിലുള്ള ഇവിടുത്തെ പാർട്ടി ഘടകങ്ങൾ, വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ, ഈ ബ്ലോക്ക് ഡിവിഷനിൽ 9 വാർഡുകൾ കാരശ്ശേരി ഡിവിഷനിൽ വരുന്നത്. കാരശ്ശേരി പഞ്ചായത്തിലാണ് ഈ 9 വാർഡ് കമ്മിറ്റികളും ഐക്യകണ്ഠേന പറഞ്ഞ ഒരു പേരുണ്ട്. അത് എൻ്റേത് മാത്രമല്ല, അന്നില്ലെങ്കിൽ മുഹമ്മദ് ദിശാൽ വരണം. ഇനി ദിശാൽ അല്ല എങ്കിൽ ഇവിടുന്ന് 3 തവണ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള, പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള DCC മെമ്പർ
MT അഷ്റഫ് കെ ഉണ്ട്. ഇനി അതുമല്ലെങ്കിൽ ഈ ബ്ലോക്ക് ഡിവിഷനിൽ തന്നെ മറ്റൊരു വാർഡിൽ വരുന്ന കൊടിയത്തൂരിൽ നിന്ന് വരുന്ന ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M സിറാജുദ്ദീൻ ഉണ്ട്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും സംഘടനാ പ്രവർത്തനങ്ങളിലും സജീവമായിരിക്കുന്ന ആളുകളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശം മാത്രമാണ് ഇവിടുത്തെ പാർട്ടി വെച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു നിർദ്ദേശം ജില്ലാ നേതൃത്വം അവഗണിച്ചു എന്ന വേദനയിൽ നിന്നാണ്, പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, മത്സരിക്കുന്നത്. ഞാൻ ഒറ്റക്കല്ല ഈ തെരഞ്ഞെടുപ്പിൽ കേവലം ഒരു വിമതൻ സ്വരമല്ല ഉയർത്തുന്നത്. ജില്ലാ നേതൃത്വം എടുത്ത നയങ്ങൾക്കെതിരെ കാരശ്ശേരിയുടെ പ്രതിഷേധമാണ്. എനിക്ക് ഒരു സംശയവുമില്ല ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരാൻ പറ്റും. ജില്ലാ നേതൃത്വം നിർത്തിയ സ്ഥാനാർത്ഥിക്കല്ല, പ്രാദേശിക നേതൃത്വത്തിൻ്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി എന്ന നിലക്ക് എനിക്കാവും ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുക. അത് കേവല വോട്ട് മാത്രമായിരിക്കില്ല, വിജയിച്ച് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനകത്തേക്ക് കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഒരു കാര്യം കൂടെ ചേർക്കാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതൃത്വം ഒരു 2 ദിവസം മുമ്പ് ഇത് നോമിനേഷൻ കൊടുത്ത ആളുകളെ ഒരു യോഗം രാത്രി 9 മണിക്ക് DCCയിൽ ചേരുമെന്ന് പറഞ്ഞ് വിളിച്ച് ഞങ്ങളെല്ലാവരും പലരും പല വഴിക്ക് ഇത് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുമ്പോൾ പെട്ടെന്ന് മീറ്റിംഗ് മാറ്റും. അപ്പം മാറ്റങ്ങൾ ഉണ്ടാവുമെന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇന്നലെ രാവിലെ 9 മണിക്ക് എന്നോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലേക്ക് എത്താൻ പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെത്തി ചർച്ച നടത്തി. എന്നോട് DCC പ്രസിഡന്റ് പറഞ്ഞു, പാർട്ടിയിൽ ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ഇങ്ങനെ മത്സരിക്കുമ്പോൾ പലരും വിമർശിക്കും, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അധികാരം എന്നൊക്കെ പറയും. എൻ്റെ മുമ്പിൽ ഒരുപാട് ഓഫറുകൾ, പാർട്ടി നേതൃപദവികളുണ്ട്, ഗവൺമെൻറ് വരികയാണെങ്കിൽ യുവജനക്ഷേമമുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും വേണ്ട, ഒരു പക്ഷേ ഈ മത്സരം കൊണ്ട് തന്നെ പാർട്ടീൻ്റെ നടപടി ഉണ്ടാകാം. പക്ഷേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ ഞാൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെയും ആശ്രയിക്കാൻ പോകുന്നില്ല. കോൺഗ്രസ്സായി മുന്നോട്ട് പോകാൻ ഏതെങ്കിലും പദവികളോ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം 13ാമത്തെ വയസ്സിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ജവഹർ ബാലജനവേദിയുടെ യൂണിറ്റ് പ്രസിഡൻ്റായി തുടങ്ങിയ യാത്രയാണ്. അതിൽ നിന്ന് വിവിധ സംഘടനാ തലങ്ങളിൽ വന്നു, ദേശീയ തലത്തിലൊക്കെ പ്രവർത്തിച്ചു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പഠിച്ചു വന്ന ഒരാളാണ്. കോൺഗ്രസ് എന്ത് എന്ന് നെഹ്റുവിനെ പഠിച്ച്, അംബേദ്കറിനെ പഠിച്ച്, ഗാന്ധിയെ പഠിച്ച്, മൗലാന ആസാദിനെ പഠിച്ച് കോൺഗ്രസ് ആയ ഒരാളാണ്. അതുകൊണ്ട് കോൺഗ്രസ് ആശയത്തിൽ നിന്ന് ഒരടി മുന്നോട്ട് പിറകോട്ട് പോകുന്നില്ല, കോൺഗ്രസ് ആയി തുടരും. പക്ഷേ നിർദ്ദേശം വെച്ച സമയത്ത് എത്രയൊക്കെ ഓഫർ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് എനിക്കൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ നിലവിൽ ഇവിടെ മത്സരിപ്പിക്കാൻ ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി, അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ്. പക്ഷേ വ്യക്തിപരമായി അദ്ദേഹത്തോട് എനിക്കൊരു വിദ്വേഷവുമില്ല. പക്ഷേ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമാകുന്ന, ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ മുഴുകി നിൽക്കുന്ന ഒരാളായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, സ്ഥാനാർത്ഥിയായി വരേണ്ടത്. അതായിരിക്കണം മെറിറ്റ് അടിസ്ഥാനത്തിൽ നിയമിക്കൂ. ദിശാലിന് സീറ്റ് വേണ്ട, ദിശാലിന് വിമതസ്വരമില്ല. ഇപ്പോഴും നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നത് പെയ്ഡ് സീറ്റ് തന്നെയാണ് നിലവിലുള്ളത്? അങ്ങനെ ഒരു ആരോപണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം ഞാൻ എന്താണ് പാർട്ടി ഇങ്ങനെ ചിന്തിക്കാൻ ഉണ്ടായ ഒരു കാരണം, മെറിറ്റില്ലാത്ത ഒരാൾക്ക് ഇവിടെ ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ടാകുമ്പോൾ, യൂത്ത് കോൺഗ്രസിൻ്റെ അസംബ്ലി പ്രസിഡന്റ് ഉണ്ടാകുമ്പോൾ, DCC മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ആയിട്ടുള്ള ഏറ്റവും സീനിയറായ നേതാവ് ഉണ്ടാകുമ്പോൾ, അതിനെയൊക്കെ മറികടന്ന് സജീവമായി ഇവിടെ സംഘടനാ പ്രവർത്തനത്തിൽ ഇല്ലാത്ത ഒരാളെ എങ്ങനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നതിൻ്റെ മറുപടി തരേണ്ടത്. എന്താണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്ത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം തീരുമാനിച്ചുണ്ടായത് എന്നത് ജില്ലാ നേതൃത്വം വ്യക്തമാക്കേണ്ട കാര്യമാണ്. തിരുത്തേണ്ടിയിരുന്നു എന്ന് തന്നെയാണ്. തിരുത്തേണ്ടിയിരുന്നു. പാർട്ടി തിരുത്താത്തത് കൊണ്ട് പാർട്ടിയെ തിരുത്താൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. പാർട്ടിയോട് ഇതല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിൽ മത്സരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഞാൻ വോട്ട് ചോദിക്കും. കാരണം പബ്ലിക്കായി പറ്റില്ലല്ലോ, പാർട്ടി പുറത്താക്കിയ പോലെ ഞാൻ എനിക്ക് പറ്റുന്ന പ്ലാറ്റ്ഫോമിൽ ചോദിക്കും. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മിസ്ബ് കീരൂരിന് വേണ്ടി ഞാൻ വോട്ട് ചോദിക്കും. ഞാൻ UDF-നെതിരല്ല, ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്കും അനുകൂലമാണ്. എനിക്ക് ആകെയുള്ള വിയോജിപ്പ് പാർട്ടി സ്വീകരിച്ച ഈ നയത്തോട് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇനിയിപ്പോൾ പ്രചാരണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. 48 മണിക്കൂർ എന്ന് പറയുന്ന സമയപരിധി കഴിയുമ്പോൾ അങ്ങ് ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടാകില്ല എന്നുള്ള ഒരു കാര്യം അവിടെ DCC പ്രസിഡന്റ് പറഞ്ഞത് അങ്ങ് മറക്കുന്നുമില്ല? അത് മറക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയുടെ പദവിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാം. പക്ഷേ ഒരു കോൺഗ്രസ്സുകാരനായി നിൽക്കാൻ, ഒരു കോൺഗ്രസ് ആശയത്തെ പിന്തുടരാൻ പാർട്ടിയുടെ പദവി വേണ്ട. കോൺഗ്രസ്സുകാരനായി തുടരാൻ ഏതെങ്കിലും പദവികൾ വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അധികാരങ്ങൾ നഷ്ടപ്പെട്ടേക്കാം, പദവികൾ നഷ്ടപ്പെട്ടേക്കാം. പിന്നെ ചില ആളുകളൊക്കെ പറയുമ്പോൾ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടായിരുന്നു, നഷ്ടപ്പെടും. ഫ്യൂച്ചർ ഒന്നുമല്ല. തിരുത്തേണ്ടത് തിരുത്തണം, നയങ്ങൾ തിരുത്തണം. കോൺഗ്രസ് എന്ത് ചെയ്യണം? കോൺഗ്രസ് രാജ്യത്തും സംസ്ഥാനത്തൊക്കെ തിരിച്ചു വരേണ്ട ഒരു പാർട്ടിയാണ്. അപ്പോൾ അതിൽ ഈ ഒരു പ്രവണതയുമായി മുന്നോട്ട് പോയാൽ നമുക്ക് എങ്ങനെ കോൺഗ്രസിന് ജയിക്കാൻ പറ്റും? മെറിറ്റ് അടിസ്ഥാനത്തിൽ സീറ്റ് കൊടുക്കൂ. അവിടെ ദിശാലെന്നില്ല, ആർക്കും കൊടുത്തോട്ടെ. മെറിറ്റ് ഉണ്ടാവണം. മെറിറ്റ് അടിസ്ഥാനത്തിൽ സീറ്റുകൾ കൊടുത്തിട്ടില്ല എങ്കിൽ അത് പാർട്ടിക്കാണ് നഷ്ടം. പാർട്ടിയെ തിരുത്തേണ്ടത്, അടുത്ത തെരഞ്ഞെടുപ്പെങ്കിലും പാർട്ടി തിരുത്തി ചിന്തിക്കേണ്ടത് പാർട്ടി അധികാരത്തിലെത്തേതിൻ്റെ ഉത്തരവാദിത്തമാണ്. അത്രയേ ഉള്ളൂ. എന്തായാലും നേരത്തെ ജിതിൻ പല്ലാട് സംസാരിച്ചതുപോലെ, ദിശാൽ സംസാരിക്കുന്നത് പോലെ ചില തിരുത്തലുകൾ അനിവാര്യതയാണ് എന്നുള്ളതാണ് തന്നെയാണ് ഈ യുവ നേതാക്കളൊക്കെ തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരം പ്രതിഷേധവുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.